ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് DLED മെയിൻ എക്സാം മാത്സ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ടോപ്പിക്ക് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വാൻ ഹിൽ ജാമിതീയ പഠന തലങ്ങൾ ഘട്ടങ്ങൾ വിശദമാക്കുക എന്നത്. ജാമിതി പഠനത്തിൽ കുട്ടികൾ ആശയങ്ങൾ മനസ്സിലാക്കുന്ന രീതിയെ അടിസ്ഥാനമാക്കി പേറി വാൻ ഹീലും ഡീന വാൻ ഹീലും ആവിഷ്കരിച്ച 5 തലങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പിയറി വാൻ ഹീൽ, ഡീന വാൻ ഹീൽ എന്നിവർ. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് ദൃശ്യവൽക്കരണം. കുട്ടികൾ രൂപങ്ങളെ അവയുടെ മൊത്തത്തിലുള്ള ആകൃതി നോക്കിയാണ് തിരിച്ചറിയുന്നത്. ഉദാഹരണത്തിന്, ഒരു ചതുരത്തെ ബോക്സ് എന്നവർ വിളിക്കുന്നു. ആ രൂപത്തിന്റെ വശങ്ങളോ കോണുകളോ അവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെ? കുട്ടികൾ എപ്പോഴും ആദ്യത്തെ ഘട്ടമാണ് ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുട്ടി ആ വസ്തുവിന്റെ മൊത്തത്തിലുള്ള ഒരു ഷേപ്പ് വെച്ചിട്ട് അതിനൊരു പേര് കൊടുക്കുക. ചതുരത്തിലിരിക്കുന്നത് കൊണ്ട് അത് ബോക്സ് ആണെന്ന് അവർ പറയാണ്. അതൊരു ബോക്സ് ആണ്. അതിന്റെ യഥാർത്ഥ നാമം അല്ലെങ്കിൽ അതിന്റെ വശങ്ങൾ എത്രയുണ്ട്, അതിന്റെ കോണളവ് എത്രയാണ്, അത്തരത്തിലുള്ള ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കുട്ടികൾക്ക് ബാധകമല്ല. ആകൃതി വെച്ച് കുട്ടി തിരിച്ചറിയുകയാണ്. അതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. കുട്ടികൾ ആകൃതികളെ അവയുടെ രൂപം നോക്കി തിരിച്ചറിയുന്നു. ഇതൊരു ചതുരമാണ്, ഇതൊരു ത്രികോണമാണ് എന്നൊക്കെ കുട്ടി മനസ്സിലാക്കി എടുക്കുന്നതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിശകലനമാണ്. വിശകലനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ കുട്ടി ആ ആകൃതിയെ കുറിച്ചിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കും. പ്രത്യേകതകൾ കൂടി കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. രൂപങ്ങളുടെ പ്രത്യേകതകൾ കുട്ടികൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഒരു രൂപത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? ഉദാഹരണത്തിന്, സമചതുരത്തിന് 4 വശങ്ങളുണ്ടെന്നും 4 വശങ്ങളും തുല്യമാണെന്നും കുട്ടി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം കുട്ടി ആകൃതി വെച്ചിട്ട് അതിനൊരു പേര് കൊടുത്തു. ആകൃതി വെച്ചിട്ട് അതെന്ത് വസ്തുവാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യണത് ദൃശ്യവൽക്കരണത്തില്. വിശകലനത്തിലേക്ക് എത്തുമ്പോൾ കുട്ടി അതിന്റെ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കി എടുക്കുകയാണ്. ചതുരത്തിന് 4 തുല്യ വശങ്ങളുണ്ട്, ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്. ഇത്തരത്തില് കുട്ടി പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കി എടുക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഘട്ടമാണ് വേർതിരിച്ചെടുക്കൽ അല്ലെങ്കിൽ അമൂർത്തവൽക്കരണം എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ഷൻ ആണ്. രൂപങ്ങളുടെ പ്രത്യേകതകൾ തമ്മിലുള്ള ബന്ധം കുട്ടികൾക്ക് മനസ്സിലാക്കുന്നു. 2 രൂപങ്ങളും തമ്മിലുള്ള പ്രത്യേകത ഒരുപോലെ ഇരുന്നാലും അവർക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കാണ്. ചില നിബന്ധനകൾ ഉപയോഗിച്ച് അവർ യുക്തിപരമായ നിഗമനങ്ങളിൽ എത്തുന്നു. ഒരു രൂപത്തിന്റെ നിർവചനം ഉപയോഗിച്ച് അത് ഏത് രൂപമാണെന്ന് അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നു, അല്ലെ? ആ രൂപത്തിന്റെ നിർവചനം പറഞ്ഞു കൊടുത്താലും അത് ഏത് രൂപമാണ്, ഏത് ഷേപ്പാണ്, ഏത് ആകൃതിയാണെന്ന് കുട്ടിക്ക് ആ നിർവചനത്തിലൂടെ കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അബ്സ്ട്രാക്ഷൻ ലെവൽ എന്ന് പറയുന്നത്. വേർതിരിച്ചെടുക്കൽ അല്ലെങ്കിൽ അമൂർത്തവൽക്കരണം. ആകൃതികൾ തമ്മിലുള്ള ബന്ധം കുട്ടി മനസ്സിലാക്കാം, അല്ലെ? എല്ലാ ചതുരങ്ങളും ദീർഘചതുരങ്ങളല്ല, എല്ലാ ദീർഘചതുരങ്ങളും ചതുരങ്ങളുമല്ല. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ രണ്ടും തമ്മിൽ എന്തോ ബന്ധം ഉണ്ടല്ലോ, എന്നാൽ അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാക്കി എടുക്കുകയാണ്. എവിടെ എത്തുമ്പോൾ? വേർതിരിച്ചെടുക്കൽ അല്ലെങ്കിൽ അമൂർത്തവൽക്കരണത്തിലേക്ക് എത്തുമ്പോൾ. ഉദ്ഗ്രഥനം എന്ന് പറയുന്ന 4ാമത്തെ ലെവലാണ്. ജാമിതിയിലെ അടിസ്ഥാന പ്രമാണങ്ങൾ, നിർവചനങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്നിവയെ കുട്ടികൾ യുക്തിപൂർവം കൂട്ടിയിണക്കുന്നു. ഇതൊരു ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷിയായി മാറുന്നു. അപ്പൊ ഉദ്ഗ്രഥനമാണല്ലേ ഉദ്ഗ്രഥനം എന്ന് പറഞ്ഞാൽ എന്താണ്? സിദ്ധാന്തങ്ങളും തെളിവുകളും ഒക്കെ ഉപയോഗിച്ച് യുക്തിപരമായിട്ട് കുട്ടി ചിന്തിക്കുകയാണ് അവിടെ. ജാമിതിയിലെ അടിസ്ഥാന പ്രമാണങ്ങൾ, നിർവചനങ്ങൾ, സിദ്ധാന്തങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി യുക്തിപരമായിട്ട് ചിന്തിക്കുവാണ്. ആദ്യം ഒരു ഷേപ്പാണെന്നേ അറിയണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിന്റെ അതുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ മനസ്സിലാക്കി. പിന്നെ അവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. അതിനുശേഷം കുട്ടി കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് എത്തി. സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളും നിർവചനങ്ങളൊക്കെ യൂസ് ചെയ്ത് യുക്തിപൂർവ്വം ചിന്തിക്കാൻ ഉള്ളൊരു ലെവലിലേക്ക് എത്തി. ഇതൊരു ഉയർന്ന തലമാണ്. ജാമിതീയ സിദ്ധാന്തങ്ങൾ തെളിയിക്കുന്നു. കോണുകളെ കുറിച്ചിട്ടുള്ള തിരിച്ചറിവുകളെല്ലാം അവതരിപ്പിക്കുന്നു. ഇതെല്ലാം ഇവിടെയാണ് വരുന്നത്. കോണുകളെ കുറിച്ചിട്ടുള്ള തെളിവുകളെല്ലാം കുട്ടികൾ അവതരിപ്പിക്കുന്നു. അതുപോലെ ജാമിതീയ സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടെല്ലാം തെളിവുകൾ കണ്ടെത്തുന്നു. ഇതെല്ലാം ഈ ഒരു ഘട്ടത്തിലാണ് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് ഘട്ടമാണ് ചിന്തയുടെ കാഠിന്യം എന്ന് പറയുന്നത്. ഇതാണ് ജാമിതി പഠനത്തിലെ ഏറ്റവും ഉയർന്ന തലം. ഗവേഷണ തലത്തിൽ പ്രവർത്തിക്കുന്നവർ ഉപയോഗിക്കുന്ന രീതിയാണിത്. ജാമിതീയ സംവിധാനങ്ങളെ കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യാനും പുതിയ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാനും ഈ തലത്തിൽ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന തലമാണ് ചിന്തയുടെ കാഠിന്യം എന്ന് പറയുന്നത്, അല്ലെ? ഉന്നത തല ജാമിതീയ ചിന്തയാണ് ഇവിടെ വികാസം പ്രാപിക്കുന്നത്. വ്യത്യസ്ത
ജാമിതീയ സമ്പ്രദായങ്ങളെ താരതമ്യം ചെയ്യാനും ഉയർന്ന തലത്തിലുള്ള ഗണിത പഠനങ്ങളൊക്കെ നടത്താനും ഒരു ഗവേഷകൻ എന്ന നിലയിലേക്ക് നമ്മൾ ചിന്തിക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഗവേഷകനെ എടുക്കുക. ഒരു ഗവേഷകന്റെ തലത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ചിന്തയുടെ കാഠിന്യം, അല്ലെ? വ്യത്യസ്ത ജാമിതീയ സമ്പ്രദായങ്ങളെ കുറിച്ച്, ഉയർന്ന തലത്തിലുള്ള ഗണിത പഠനങ്ങളെ കുറിച്ചൊക്കെ എന്താണ് പഠനങ്ങൾ നടത്താൻ ഈ ഒരു ലെവലിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ, അനലൈസേഷൻ, അതുപോലെ ഇൻഫോർമൽ ഡിഡക്ഷൻ, ഫോർമൽ ഡിഡക്ഷൻ, റിഗർ എന്ന രീതിയിൽ പഠിച്ചു വെക്കാം. കാണുക, സവിശേഷത പറയുക, ബന്ധം മനസ്സിലാക്കുക, തെളിയിക്കുക, ആഴത്തിൽ പഠിക്കുക എന്നതാണ് ഇതിന്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഇത് പഠിച്ച് വെക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ ലെവല് ദൃശ്യവൽക്കരണമാണല്ലേ. ആദ്യം തന്നെ കുട്ടി ഒരു ആകൃതി വെച്ച് മാത്രം ഒരു സാധനത്തിനെ മനസ്സിലാക്കുവാണ്, അതിന് പേരിടുവാണ്. ആകൃതി മാത്രമേ ആ കുട്ടി അവിടെ കണ്ടിട്ടുള്ളൂ. വിശകലനം, അല്ലെ? ദൃശ്യവൽക്കരണം കഴിഞ്ഞ് വിശകലനത്തിലേക്ക് എത്തുമ്പോൾ കുട്ടി അവ തമ്മിലുള്ള ആ ഒരു പ്രത്യേകത, അവയുടെയൊക്കെ പ്രത്യേകതയിലേക്ക് എത്തുവാണ്. അത് കഴിഞ്ഞ് അവ തമ്മിലുള്ള ബന്ധത്തിലേക്ക് എത്തുവാണ്. വേർതിരിച്ചെടുക്കൽ, അമൂർത്തവൽക്കരണം. ഉദ്ഗ്രഥനത്തിലേക്ക് എത്തുമ്പോൾ എന്താ? കുറച്ചും കൂടി ഉയർന്ന തലം. പ്രമാണം, നിർവചനം, സിദ്ധാന്തമൊക്കെ ഉപയോഗിച്ച് യുക്തിപൂർവം കുട്ടി ചിന്തിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് ചിന്തയുടെ കാഠിന്യം എത്തുമ്പോൾ ഒരു ഗവേഷകന്റെ നിലയിലേക്ക് എത്തുവാണ്. പുതിയ ഗണിത പഠനങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ളൊരു പഠനം, അല്ലെ? വ്യത്യസ്ത ജാമിതീയ സമ്പ്രദായങ്ങളെ കുറിച്ച് താരതമ്യം ചെയ്യുക, ഉയർന്ന തലത്തിലുള്ള ഗണിത പഠനങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് ഏറ്റവും അവസാനത്തെ തലം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഉയർന്ന തലമാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് വാൻ ഹേവ് ജാമിതീയ പഠന തലങ്ങളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമന്റ് ബോക്സിൽ പറയുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ ഇനിയുള്ളൂ, 3 ദിവസം മാക്സിമം ഉള്ളൂ. അപ്പം നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക, എല്ലാ വിഷയങ്ങളും നല്ല രീതിയിൽ പഠിക്കുക. മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്